ഗൈസ്, 8ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ 8ാം ക്ലാസ്സിലെ പോൾ ഗുൽഗയ എന്നൊരു പാഠത്തിൽ നിന്ന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസിയാണിത്, നമുക്കത് നോക്കാം. ഉചിത് സംവാദ് ചുൻകർ ബാത്ചീത് കി പൂർത്തി കരേ. 4 ഡയലോഗ് കൊടുത്തിട്ടുണ്ട്. ഈ 4 ഡയലോഗ് വായിച്ച് നമ്മൾ താഴെ തന്നിട്ടുള്ള നമ്മുടെ പോൾ ഗുൽഗയ എന്നതിൽ ഒരു തൊപ്പിക്കാരനും പിന്നെ ഒരു ആളും ഇല്ലേ താടിയൊക്കെ വളർത്തിയിട്ടുള്ളത്, അവർ തമ്മിലുള്ള കോൺവെർസേഷൻ നിങ്ങൾ ഈ 4 സെൻറ്റൻസ് യൂസ് ചെയ്തിട്ട് എഴുതണം. ആദ്യം നമുക്ക് മുകളിൽ തന്നിട്ടുള്ള ഓരോ ഡയലോഗിൻ്റെയും മലയാള അർത്ഥം മനസ്സിലാക്കാം. ഒന്നാമത്തെ ഡയലോഗ്, മുജെ പഠന നഹി ആത്ത, എനിക്ക് വായിക്കാൻ അറിയില്ല. രണ്ടാമത്തെ, ക്യാ യഹ് പത്ര പഠിക്കർ സുനാവോങ്കെ, എനിക്ക് ഈ കത്തൊന്ന് വായിച്ച് കേൾപ്പിക്കാമോ. മൂന്നാമത്തെ, തോ യഹ് പഗടി തും രക്കുലോ ഔർ ഗുദ് പഠോ, എങ്കിൽ ഈ തൊപ്പി നീ തന്നെ വെക്കി എന്നിട്ട് സ്വയം വായിച്ചോ. നാലാമത്തെ, തുമ്നെ പഗടി ജോ ബാന്തി ഹേ സോച്ചാ കി തും വിദ്വാൻ ഹോ, നിങ്ങൾ തൊപ്പി വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ കരുതി നിങ്ങൾ വലിയ ബുദ്ധിമാനാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ 4 എണ്ണത്തിൻ്റെ അർത്ഥം മനസ്സിലായി ഇല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഓരോ ആത്മീയുടെ നേരെ ഈ ഡയലോഗ് എന്ന് പറയണം സെലക്ട് ചെയ്യുക, അങ്ങനെ ഇത് പൂരിപ്പിക്കണം. നമുക്ക് പോൾ ഗുൽഗയ എന്ന പാഠത്തിലെ ആ താടിക്കാരനും തൊപ്പിക്കാരനും തമ്മിലുള്ള ഡയലോഗാണിത്. അപ്പോൾ ആദ്യം ആത്മി എന്താ പറഞ്ഞത്, ക്യാ യഹ് പത്ര പഠിക്കർ സുനാവോങ്കെ, എനിക്ക് ഈ കത്തൊന്ന് വായിച്ച് കേൾപ്പിക്കാമോ. അതാണ് രണ്ടാമത്തെ എഴുതിയതാണ് ഇവിടെ ഫസ്റ്റ് ആയിട്ട് എഴുതേണ്ടത്. അടുത്തത് പഗടിവാല, അപ്പോൾ തൊപ്പിക്കാരെന്ത് പറഞ്ഞു, മുജെ പഠിന നഹിയാത്ത, എനിക്ക് വായിക്കാൻ അറിയില്ല. അപ്പോൾ മൂന്നാമത്തെ ആത്മി എന്ത് പറഞ്ഞു, തുമ്നെ പഗടി ജോ ബാന്തി ഹേ സോച്ചാക്കി തും വിദ്വാൻ ഹോ, നിങ്ങൾ തൊപ്പി വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ കരുതി നിങ്ങൾ വലിയ പഠിപ്പിസ്റ്റാണെന്ന്. അപ്പോൾ പഗടിവാല എന്ത് പറഞ്ഞു, തൊപ്പിക്കാരൻ, തോ യഹ് പഗടി തും രക്കിലോ ഔർ ഗുദ് പഠോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വിട്ടുപോയതാണ്, നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനും കൂടി നോട്ട് ചെയ്ത് പോവുക. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം, നമ്മുടെ ഗ്യാൻമാർഗിൽ നിന്നോ അതേപോലെ പോൾ ഗുൽഗയ എന്ന പാഠത്തിൽ നിന്നൊക്കെ ഇങ്ങനെ പ്രതീക്ഷിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. ബൈ ബൈ.